നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇത്രയും പോയിന്റ്സ് ആണ്. അതായത് ന്യൂറോൺ ആസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം, ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, ഫോർബ്രെയിനിലെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്: കോർപ്പസ് കലോസം, ഹൈപ്പോതലാമസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. മിഡ്ബ്രെയിനിലെ കോർപ്പോറ കോൺട്രിജമിന, ഹൈൻഡ് ബ്രെയിൻ, റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക്, പാർട്സ് ഓഫ് ആൻ ഐ, ഇയർ സ്ട്രക്ചർ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറോൺസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ന്യൂറോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. ഒരു ന്യൂറൽ സിസ്റ്റത്തില് സ്ട്രക്ചറൽ ആയിട്ടും അതേപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ എന്താണ്, ഘടന എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് 3 മെയിൻ പാർട്സ്. 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഫസ്റ്റ് പാർട്ട് ഈസ് സെൽ ബോഡി. ദാറ്റ് ഈസ് ഈ പാർട്ടാണ് സെൽ ബോഡി എന്ന് പറയുന്നത്, അതർവൈസ് കാൾഡ് സൈറ്റോൾ. It contains cytoplasm with typical cell organelles and certain granular bodies called Nissel's granules. സെൽ ബോഡിയിൽ സൈറ്റോപ്ലാസം കാണപ്പെടുന്നുണ്ട് അല്ലെ. ഒരു സെല്ലിൽ കാണപ്പെടുന്ന ഓർഗനൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ന്യൂറോൺസിലെ സെൽസിൽ കാണപ്പെടുന്നുണ്ട്. വിത്തൗട്ട് സെൻട്രിയോൾസ് കാണപ്പെടുന്നില്ല. സെൻട്രിയോൾസ് ആബ്സെന്റ് ആണ് ന്യൂറോൺസിന്റെ സെൽ ബോഡിയിൽ. അതുകൊണ്ട് തന്നെ സെൻട്രിയോൾസ് ഇല്ലാത്തത് കൊണ്ടാണ് ന്യൂറോൺസിനെ ഡിവൈഡ് ചെയ്തിട്ട് പുതിയ ന്യൂറോൺസ് ഉണ്ടാവാൻ സാധിക്കാത്തത്. ഒരിക്കലും ന്യൂറോൺസ് റീപ്ലേസ് ചെയ്ത് വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്ത് വരാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റുന്നത് അതിൽ സെൻട്രിയോൾസ് ആബ്സെന്റ് ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നുണ്ട്. മൈറ്റോകോൺട്രിയാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ദെൻ ഈ സൈറ്റോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ചെറിയ ഗ്രാനുലാർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ നിസെൽസ് ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ദെൻ ഡെൻഡ്രൈറ്റ്സ്. എന്താണ് ഡെൻഡ്രൈറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ? ഷോർട്ട് ഫൈബേഴ്സ് ദാറ്റ് പ്രൊജക്ട് ഔട്ട് ഓഫ് ദ സെൽ ബോഡി. സെൽ ബോഡിയുടെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ചെറിയ ഫൈബേഴ്സ് ആണ് നമ്മൾ പറയുന്ന ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോൺ വീണ്ടും ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. ഈ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സബ് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺസ് ആർ കാൾഡ് ഡെൻഡ്രൈറ്റ്സ്. എന്താണ് ഡെൻഡ്രൈറ്റ്സിന്റെ ഫംഗ്ഷൻ? ദേ ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവാർഡ്സ് ദ സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡെൻഡ്രൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആക്സോൺ ഓർ നെർവ് ഫൈബർ. ആക്സോൺ ഈസ് എ ലോങ് ഫൈബർ. ഒരു ലോങ് ഫൈബർ ആണ് ആക്സോൺ എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് വിച്ച് ഈസ് ബ്രാഞ്ച്ഡ്. നോക്കുക, ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ആക്സോണിന്റെ ഡിസ്റ്റൽ എൻഡ് ബ്രാഞ്ച് ആയിട്ടുണ്ട് അല്ലെ. ദെൻ ഈച്ച് ബ്രാഞ്ച് ടെർമിനേറ്റ്സ് ഇൻ എ ബൾബ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് സിനാപ്റ്റിക് നോബ്. ഈച്ച് ബ്രാഞ്ച് ടെർമിനേറ്റ്സ് ആസ് എ ബൾബ് ലൈക്ക് സ്ട്രക്ചർ. ഓരോ ബ്രാഞ്ചും അതിന്റെ എൻഡിൽ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ചെറിയ വെസിക്കിൾസ് ഉണ്ട്. ചെറിയ അറകൾ പോലെ കാണുന്ന ഭാഗങ്ങളുണ്ട്. അതിനെ നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് പൊസസസ് സിനാപ്റ്റിക് വെസിക്കിൾ കണ്ടെയ്നിങ് കെമിക്കൽസ് കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ സിനാപ്റ്റിക് നോബിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സിനാപ്റ്റിക് വെസിക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ചെറിയ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സിനാപ്റ്റിക് വെസിക്കിൾസ് എന്നും. സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന certain കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഇമ്പൾസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ന്യൂറോൺസിന് നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 ടൈപ്പ് ന്യൂറോൺസ് ഉണ്ട്. എന്തിന്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺസ് ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. ആക്സോണിന്റെയും ഡെൻഡ്രൈറ്റ്സിന്റെയും നമ്പറിന്റെ അടിസ്ഥാനത്തിൽ, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മൾട്ടിപോളാർ ന്യൂറോൺ. എന്താ മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ? മൾട്ടിപോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ധ്രുവങ്ങൾ അല്ലെ, ഒരുപാട് എൻഡുകൾ ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് കാണപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് മൾട്ടിപോളാർ ന്യൂറോൺ. എന്താണ് ബൈപോളാർ ന്യൂറോൺ?
ഒരു ന്യൂറോണിന് 2 ധ്രുവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ 2 അറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇതാണ് ബൈപോളാർ ന്യൂറോൺ, ഇവിടെ കാണാം അല്ലേ. ദെൻ യൂണിപോളാർ ന്യൂറോൺ. യൂണി എന്ന് പറയുമ്പോൾ ന്യൂറോണിന് ഒരൊറ്റ പോൾ മാത്രം കാണപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിപോളാർ ന്യൂറോൺ എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപോളാർ ന്യൂറോൺ. അതായത് മൾട്ടിപോളാർ ന്യൂറോണിൽ 1 ആക്സോൺ ആൻഡ് 2 or more dendrites or dendron. ഈ ന്യൂറോണിൽ ഒരുപാട് ഡെൻഡ്രൈറ്റ്സും അല്ലെങ്കിൽ ഒരുപാട് ഡെൻഡ്രോണുകളും അതേപോലെ തന്നെ ഒരു ആക്സോണും കാണപ്പെടുകയാണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഒരു ന്യൂറോണിൽ ഡെൻഡ്രൈറ്റും അതേപോലെ തന്നെ ആക്സോണും തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ ആക്സോൺസ് ലോങ് ഫൈബർ ആണ് അല്ലേ, എന്നാൽ ഡെൻഡ്രോൺ എന്ന് പറയുമ്പോൾ സ്മാൾ ഫൈബേഴ്സ് ആണ്. അതേപോലെ തന്നെ ഒരുപാടെണ്ണം കാണപ്പെടുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ആക്സോൺസിന്റെ ഫംഗ്ഷനും ഡെൻഡ്രോണിന്റെ ഫംഗ്ഷനും. ഡെൻഡ്രോണ് ഇമ്പൽസ് സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഇമ്പൽസിനെ സെൽ ബോഡിയിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആര്, ആക്സോൺ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ആക്സോണും 2ൽ കൂടുതൽ ഡെൻഡ്രൈറ്റ്സും ഉള്ളതാണ് മൾട്ടിപോളാർ ന്യൂറോൺ എന്നുള്ളത്. ഈ മൾട്ടിപോളാർ ന്യൂറോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സ് റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ മൾട്ടിപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ദ ബൈപോളാർ ന്യൂറോൺ. ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു ആക്സോണും ഒരു ഡെൻഡ്രോണും കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈപോളാർ ന്യൂറോൺ എന്നുള്ളത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഫൗണ്ട് ഇൻ ദ റെറ്റിന ഓഫ് ഐ. കണ്ണിലെ റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം, ഇവിടെ മിഡിൽ പാർട്ടിലായിട്ട് റെറ്റിനയിൽ കാണപ്പെടുന്ന ബൈപോളാർ ന്യൂറോൺസ് ആണ്. അപ്പോൾ ബൈപോളാർ ന്യൂറോൺസ് കാണപ്പെടുന്നത് കണ്ണിലെ റെറ്റിനയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് യൂണിപോളാർ ന്യൂറോൺ. യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ പോൾ അല്ലെ. അപ്പൊ അവിടെ എന്താ കാണപ്പെടുന്നത്? ആക്സോൺ ആണോ ഡെൻഡ്രോൺ ആണോ? ഇവിടെ ആക്സോൺ ആണ് കാണപ്പെടുന്നത്. നോക്കുക, സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ഓൺലി. ഒരു ആക്സോൺ മാത്രം കാണപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിപോളാർ ന്യൂറോൺ എന്നുള്ളത്. യൂണിപോളാർ ന്യൂറോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഫൗണ്ട് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ യൂണിപോളാർ ന്യൂറോൺ കാണപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. മൾട്ടിപോളാറും ബൈപോളാറും യൂണിപോളാറും ഓർത്ത് വെച്ചോളാം, എവിടെയാണ് കാണുന്നതെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണിത്. ടൈപ്സ് ഓഫ് ആക്സോൺ. 2 ടൈപ്പ് ആക്സോൺ ആണ് കാണപ്പെടുന്നത്. ഒന്ന് മൈലിനേറ്റഡ് ആക്സോൺ എന്നും നെക്സ്റ്റ് നോൺ മൈലിനേറ്റഡ് ആക്സോൺ എന്നും. എന്താണ് മൈലിനേറ്റഡ് ആക്സോൺ എന്ന് പറഞ്ഞാൽ? അതായത് മൈലിനേറ്റഡ് ആക്സോൺ എന്ന് പറയുകയാണെങ്കിൽ ആക്സോൺ ഈസ് എൻവലപ്ഡ് വിത്ത് ഷാൻ സെൽസ് വിച്ച് ഫോം മൈലിൻ ഷീത്ത് അറൌണ്ട് ദ ആക്സോൺ. ഒരു ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെല്ലാണ് ഷാൻ സെൽസ് എന്ന് പറയുന്നത്. ഈ ഷാൻ സെൽസിൽ നിന്നാണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആക്സോണിന്റെ ചുറ്റും മൈലിൻ ഷീത്ത് കാണപ്പെടുകയാണെങ്കിൽ ആ ടൈപ്പ് ആക്സോണിനെയാണ് നമ്മൾ മൈലിനേറ്റഡ് ആക്സോൺ എന്ന് പറയുന്നത്. Then, അതായത് it is enveloped with Schwann cells which form myelin sheath around the axon. അങ്ങനെയാണെങ്കിൽ ഈ മൈലിനേറ്റഡ് ആക്സോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഫൗണ്ട് ഇൻ സ്പൈനൽ ആൻഡ് ക്രാനിയൽ നെർവ്സ്. സ്പൈനൽ നെർവ്സും ക്രാനിയൽ നെർവ്സുമാണ് മൈലിനേറ്റഡ് ആക്സോൺ കാണപ്പെടുന്നത്. അതായത് സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സിനെയാണ് സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ക്രാനിയൽ നെർവ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് അല്ലെ, ക്രാനിയൽ റീജിയൻസ് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ്. ഇത് ഈ 2 ടൈപ്പ് നെർവ്സും ഏതായിരിക്കണം? മൈലിനേറ്റഡ് ആയിരിക്കും. ഓക്കെ. Then white colored area formed of myelinate nerve fiber is called white matter. ഈ മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റ് കളറിലാണ് അത് അപ്പിയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും വൈറ്റ് മാറ്റർ എന്ന് പറയും. ഈ മൈലിൻ ഷീത്തും അതേപോലെ തന്നെ ഈ മൈലിൻ ഷീത്തിന്റെ ഇടയിൽ ഒരു സ്പേസ് കാണുന്നുണ്ട്, ഗ്യാപ്പ് കാണപ്പെടുന്നുണ്ട് അല്ലെ. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ നോഡ്സ് ഓഫ് റാനിവർ എന്ന് പറയുന്നത്. അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ 2 adjacent myelin sheath are called നോഡ്സ് ഓഫ് റാനിവർ. 2 adjacent myelin ഷീത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് നോഡ്സ് ഓഫ് റാനിവർ എന്ന് പറയുന്നത്. എന്താണ് അല്ലെങ്കിൽ മൈലിനേറ്റഡ് ആക്സോൺസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇറ്റ് സ്പീഡ് അപ്പ് ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇമ്പൾസ് ട്രാൻസ്മിഷനെ സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൈലിനേറ്റഡ് ആക്സോണിന്റെ അല്ലെങ്കിൽ മൈലിനേറ്റഡ് ന്യൂറോണിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് ദ നോൺ മൈലിനേറ്റഡ് ആക്സോൺ. നോൺ മൈലിനേറ്റഡ് ആക്സോൺ എന്ന് പറയുകയാണെങ്കിൽ ദ ഷാൻ സെൽസ് പ്രസന്റ് ബട്ട് നോ മൈലിൻ ഷീത്ത്. ആക്സോൺസിൽ ഷാൻ സെൽസ് ഉണ്ടാകും, അതായത് ആക്സോൺ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന മെമ്പർ ദാറ്റ് ഈസ് ഷാൻ സെൽസ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. എന്നാൽ ഈ ഷാൻ സെൽസ് ഒരിക്കലും എന്ത് ഫോം ചെയ്യുന്നില്ല? മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദ ഗ്രേ കളേർഡ് ഏരിയ വിത്തൗട്ട് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഈ ആക്സോൺ ഏത് കളറിലാണ് കാണപ്പെടുക? ഗ്രേ കളറിലാണ് കാണപ്പെടുക. അതുകൊണ്ട് നമ്മൾ അതിനെന്താ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേ മാറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മൈലിനേറ്റഡ് ആക്സോണ് വൈറ്റ് മാറ്റർ ആണെങ്കിൽ നോൺ മൈലിനേറ്റഡ് ആക്സോണ് ഗ്രേ മാറ്റർ ആണ്. ഫൗണ്ട് ഇൻ ഓട്ടോണമസ് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഓട്ടോണമസിലും അതേപോലെ തന്നെ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലുമാണ് നോൺ മൈലിനേറ്റഡ് ആക്സോൺ കാണപ്പെടുന്നത്. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം അല്ലെ. എന്താണ് ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഇമ്പൾസ് എവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഇൻവോളണ്ടറി ഓർഗൻസിലേക്ക് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസിലേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ആണ് ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിലോ, സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം റിലേസ് ഇമ്പൾസ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു സ്കെൽറ്റൽ മസിൽസ്. നമ്മുടെ സ്കെൽറ്റൻ മസിൽസിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരുന്നതാണ് പ്രധാനമായിട്ടും സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സ്കെൽറ്റൻ മസിൽസിലേക്ക് സൊമാറ്റിക് ആണെങ്കിൽ, ഓട്ടോണമസ് എവിടുന്നാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സ്മൂത്ത് മസിൽസിലേക്ക് ആണ് കൊണ്ടുവരുന്നത്. സ്മൂത്ത് മസിൽസ് എന്ന് പറയാൻ നമുക്കറിയാമല്ലേ, ഇൻവോളണ്ടറി ഓർഗൻസിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോൺസ്. ഈ രണ്ട് ടൈപ്പ് ന്യൂറോൺസും ഏത് ടൈപ്പ് ആയിരിക്കണം? നോൺ മൈലിനേറ്റഡ് ആക്സോൺ ആയിരിക്കും കാണപ്പെടുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. അപ്പൊ എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്മിഷൻ നടത്തുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്താണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുകയാണെങ്കിൽ, സിനാപ്സ് ഈസ് ദ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ. സിനാപ്സ് ഈസ് ദ ഫങ്ഷണൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ. രണ്ട് ന്യൂറോണിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫങ്ഷണൽ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. നോക്കുക, ഈ ന്യൂറോണിന്റെയും ഈ ന്യൂറോണിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ഈ ജംഗ്ഷനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. അതായത് എ നെർവ് ഇമ്പൾസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ത്രൂ ജംഗ്ഷൻ കാൾഡ് സിനാപ്സ്. ഒരു നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നത് ഏത് ജംഗ്ഷൻസിലൂടെയാണ്? സിനാപ്സ് എന്ന് പറയുന്ന ജംഗ്ഷൻസിലൂടെയാണ്. അപ്പൊ സിനാപ്സിനെ കുറിച്ച് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂറോൺസ് വിച്ച് ബ്രിങ് ഇമ്പൾസസ് ടു ദ സിനാപ്സ് ഈസ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ന്യൂറോൺസ് ഏത് ന്യൂറോൺ ആണോ ഇമ്പൾസ് സിനാപ്സിലേക്ക് കൊണ്ടുവരുന്നത്, ഏത് ന്യൂറോൺ ആണോ ഇമ്പൾസ് സിനാപ്സിലേക്ക് കൊണ്ടുവരുന്നത്, ആ ടൈപ്പ് ന്യൂറോണിന് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും. സിനാപ്സിന് തൊട്ട് മുമ്പുള്ള ന്യൂറോണിന് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയും. അതേപോലെ തന്നെ ആൻഡ് ദ ന്യൂറോൺ വിച്ച് റിസീവ്സ് ഇമ്പൾസ് ഈസ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഏത് ന്യൂറോൺ ആണോ വിച്ച് റിസീവ്സ് ഇമ്പൾസ് ഈസ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. സിനാപ്സിൽ നിന്ന് ഇമ്പൾസ് സ്വീകരിക്കുന്നത് അതിനെയാണ് നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അതായത് സിനാപ്സിന് തൊട്ട് മുമ്പുള്ളതിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും സിനാപ്സിന് ശേഷമുള്ളതിനെയാണ് നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ദർ ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് സിനാപ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ദ ഗ്യാപ്പ് ഇൻ ദ സിനാപ്സ് ഈസ് ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് അല്ലെങ്കിൽ സ്പേസിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട, രണ്ട് ന്യൂറോണിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനാപ്സിൽ ഉണ്ടാകുന്ന സ്പേസ് അല്ലെങ്കിൽ ഗ്യാപ്പിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. At the terminal end of the presynaptic neuron contains a knob-like structure called synaptic knob. പ്രീസിനാപ്റ്റിക് ന്യൂറോണിന്റെ എൻഡിൽ കാണപ്പെടുന്ന ഒരു നോബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയാ? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആ സിനാപ്റ്റിക് നോബിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ലെ. ഇനി രണ്ട് ടൈപ്പ് സിനാപ്സ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. എന്താണ് ഇലക്ട്രിക്കൽ സിനാപ്സ്? എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. അതായത് ദ മെംബ്രെയിൻ ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ വെരി ക്ലോസ്. മെംബ്രെയിൻ ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ വെരി ക്ലോസ്. അതായത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും വളരെ അടുത്തടുത്ത് കാണപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. വളരെ അടുത്താണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കറന്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ടു അനദർ അക്രോസ് ദീസ് സിനാപ്സ് അക്രോസ് ദീസ് സിനാപ്സ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് വളരെ അടുത്തടുത്താണ് ന്യൂറോൺസ് കാണപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് പാസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ സിനാപ്റ്റിക് സ്പേസ് കാണപ്പെടുന്നില്ല, വളരെ അടുത്താണ്, ക്ലോസ് ആയിട്ട് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇമ്പൾസ് ഡയറക്ട്ലി പാസ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. അതാണ് ആ ടൈപ്പാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷന് വല്ല പ്രത്യേകത ഉണ്ടാവുമോ? ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് ത്രൂ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് ആൾവേസ് ഫാസ്റ്റർ ദാൻ കെമിക്കൽ സിനാപ്സ്. കെമിക്കൽ സിനാപ്സിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇമ്പൾസ് പോകുന്ന ഏതിലൂടെയാണ്? ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെയാണ്. അപ്പൊ ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെമിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. കെമിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ 2 ന്യൂറോൺസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവും, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സിനാപ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇമ്പൾസിന് പാസ് ചെയ്യാൻ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സഹായം വേണ്ടി വരും, അല്ലെ? അതാണ് നമ്മൾ കെമിക്കൽ സിനാപ്സിൽ. എന്നാൽ ഇലക്ട്രിക്കൽ സിനാപ്സിൽ അതിന്റെ ആവശ്യമില്ല. എന്താണ് കെമിക്കൽ സിനാപ്സ്? നമുക്ക് നോക്കാം. The membrane of the pre and postsynaptic neuron are separated by a fluid-filled space called synaptic cleft. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന സ്പേസ് ആണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലൂടെ വരുന്ന ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ ആരുടെ സഹായത്തോടു കൂടിയാണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ്. നമുക്ക് നോക്കാം. ദ ആക്സോൺ ടെർമിനൽസ്, ഇതാണ് ആക്സോൺ ടെർമിനൽസ്. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ ആക്സോൺ ടെർമിനൽസ് ആണിത്. ഇതിന് നമ്മൾ പറയുന്ന പേര് സിനാപ്റ്റിക് നോബാണ്, അല്ലെ? ഈ സിനാപ്റ്റിക് നോബിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ വെസിക്കിൾസ് റെഡ് കളറിൽ കാണപ്പെടുന്നുണ്ടല്ലോ, അല്ലെ? ഇങ്ങനെ ഉണ്ടാകുന്ന റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നതാണ് സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ആക്സോൺ ടെർമിനൽസ് കണ്ടെയ്ൻ സിനാപ്റ്റിക് വെസിക്കിൾ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇതിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. വെൻ ആൻ ഇമ്പൾസ് or action potential reaches at the axon terminal, it stimulates the synaptic vesicles to break and release neurotransmitters to the synaptic cleft. ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ, പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലൂടെ ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ ഈ ഇമ്പൾസ് സിനാപ്റ്റിക് വെസിക്കിൾസിൽ മൂവ് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കും? പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ എത്തിക്കും. ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ഫ്യൂസ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. Then ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ the ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ടു ദ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഓഫ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ഉണ്ടാവുന്ന സ്പെസിഫിക് റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. Then the binding open ion channels and through this channel action potential reaches the postsynaptic neuron. അതിന് ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന റിസപ്റ്റേഴ്സിൽ ഒന്നിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അയോൺ ചാനൽ ഓപ്പൺ ചെയ്യുകയും ആക്ഷൻ പൊട്ടൻഷ്യൽ അടുത്ത ന്യൂറോൺസിലേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അസറ്റൈൽ കൊളൈൻ ആൻഡ് അഡ്രിനാലിൻ. 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് പറയുന്നത്, അസറ്റൈൽ കൊളൈനും അതേപോലെ തന്നെ അഡ്രിനാലിനും. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ substances responsible for the impulse transmission across the synapse. സിനാപ്സിലൂടെ ഇമ്പൾസിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇമ്പൾസ് ട്രാൻസ്മിഷൻ നമുക്കൊന്നുകൂടി നോക്കാം. അതായത് ഇമ്പൾസ് ഒരു ആക്സോണിന്റെ ടെർമിനൽ എത്തുന്നു. ഇമ്പൾസ് ആക്സോണിന്റെ ടെർമിനൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇമ്പൾസിന്റെ ഇൻഫ്ലുവൻസിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് മൂവ് ഇൻ ടു ദ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ഈ ആക്സോൺ ടെർമിനലിന്റെ ഈ ഭാഗമാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിന്റെ അടുത്തേക്ക് മൂവ് ചെയ്ത് എത്തുകയും ഈ സിനാപ്റ്റിക് വെസിക്കിൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ട്രാൻസ്മിറ്റ് ഇമ്പൾസ്, അല്ലെ? ഇമ്പൾസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 2 അഡ്രിനാലിനും അതേപോലെ അസറ്റൈൽ കൊളൈനും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എങ്ങോട്ട് റിലീസ് ചെയ്യും? സിനാപ്സിലേക്ക് റിലീസ് ചെയ്യും. അപ്പൊ സിനാപ്റ്റിക് വെസിക്കിൾ ബ്രേക്ക് ചെയ്യുകയും ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്സിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ
തൊട്ടടുത്ത് കാണപ്പെടുന്ന ന്യൂറോണിലെ ന്യൂറോൺ ആണ് നമ്മൾ പറയുന്നത് മെംബ്രെയിനാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറയുന്നത് അല്ലെ. അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിനെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയും. ഈ മെംബ്രെയിനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. മെംബ്രെയിനിൽ ഏത് ഭാഗത്താണ് ബൈൻഡ് ചെയ്യുന്നത്? അതിന് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ കാണപ്പെടുന്ന അയോൺ ചാനൽ ഉണ്ട്. ഈ അയോൺ ചാനൽ ഓപ്പൺ ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഇമ്പൽസ് തൊട്ടടുത്ത ന്യൂറോൺസിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇമ്പൽസ് ട്രാൻസ്മിഷൻ നമ്മൾ ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് നോക്കാം. ഇമ്പൽസ്, ആക്സോൺ ടെർമിനൽ, സിനാപ്റ്റിക് വെസിക്കിൾ ഫ്യൂസ് വിത്ത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, റിലീസ് neurotransmitter bind with specific receptors found in postsynaptic membrane. സ്പെസിഫിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെ റിസീവ് ചെയ്യുന്ന യൂണിറ്റ് ആണ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ആ റിസപ്റ്റേഴ്സിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്യും. ദെൻ ഓപ്പൺ അയൺ ചാനൽ, അതിന്റെ ഫലമായിട്ട് അയൺ ചാനൽ ഓപ്പൺ ചെയ്യുകയും then generate action potential ജനറേറ്റ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഇമ്പൽസ് തൊട്ടടുത്ത ന്യൂറോൺസിലേക്ക് പാസ് ചെയ്യുന്നു. റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക്. നമുക്ക് നോക്കാം എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്നുള്ളത്. ഇറ്റ് ഈസ് സഡൻ ഇൻവോളണ്ടറി നെർവ് മീഡിയേറ്റഡ് ആക്ടിവിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അൺകോൺഷ്യസ് മൈൻഡ്. എന്ത് നമുക്ക് മനസ്സിലായത്? അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ അറിയാതെ ഒരു മുള്ളിൽ ചവിട്ടി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഒരു തീയിൽ തൊട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൈയും അതേപോലെ തന്നെ കാലും വലിക്കും അല്ലെ. നമ്മൾ അറിയാതെ ഒരു തീയിൽ തൊടുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കൈ വലിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്നാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് എ സഡൻ ആക്ഷൻ ആണ്. അതേപോലെ തന്നെ ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല അല്ലെ, നമ്മുടെ കൺട്രോളിലല്ല നടക്കുന്നത്. അതേപോലെ തന്നെ നെർവ് മീഡിയേറ്റഡ് ആക്ടിവിറ്റി, ന്യൂറോൺസ് ആണ് ഇതിന് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അൺകോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡിൽ നിന്നല്ല. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും വേണോ വേണ്ടേ എന്നുള്ളത്. ഇതങ്ങനെയല്ല, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു തീയിൽ തൊടുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല കൈ വലിക്കണോ വേണ്ടേ എന്നല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ കൈ വലിക്കുകയാണ്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്നാണ്? അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ആക്ഷനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. സഡൻ ഇൻവോളണ്ടറി നെർവ് മീഡിയേറ്റഡ് ആക്ടിവിറ്റി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അൺകോൺഷ്യസ് മൈൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ റിഫ്ലെക്സ് ആക്ഷൻ ആരുടെ കൺട്രോളിലാണ്? ഐസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ എന്താണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞാൽ? റിഫ്ലെക്സ് ആർക്ക് മീൻസ് ഫ്ലോ ഓഫ് നെർവ് ഇമ്പൾസ് അലോങ് എ സ്പെസിഫിക് പാത്വേ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് നെർവ് മീഡിയേറ്റഡ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ നെർവ് മീഡിയേറ്റഡ് ആക്ടിവിറ്റി ആണെങ്കിൽ അതിലൂടെ ആ ന്യൂറോൺസിലൂടെ പാസ് ചെയ്യുന്ന ഇമ്പൾസ് ഒരു സ്പെസിഫിക് ഡയറക്ഷൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ആ ഫ്ലോ ഓഫ് നെർവ് ഇമ്പൾസ് അലോങ് എ സ്പെസിഫിക് പാത്വേ, ആ സ്പെസിഫിക് പാത്വേ ആണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്പെസിഫിക് പാത്വേയിൽ ഏതെല്ലാം ഓർഗൻസും ഏതെല്ലാം ന്യൂറോൺസുമാണ് പങ്കെടുക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിസപ്റ്റർ ഓർഗൻ. റിസപ്റ്റർ ഓർഗൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. ഡയഗ്രത്തിൽ കാണുന്നത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കാലിൽ ആമർ കൊണ്ട് അടിക്കുന്ന പോലെയാണ്. അപ്പൊ കാല് ജെർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാലില് നമ്മൾ ഒരു ആമർ കൊണ്ട് അടിക്കുകയാണെങ്കിൽ, ഒരു വടി കൊണ്ട് അടിക്കുകയാണെങ്കിൽ ആ അടി കൊണ്ട ഭാഗം, ദാറ്റ് ഈസ് റിസീവ് ചെയ്യുന്ന ഭാഗം അല്ലെ, ഇറ്റ് റിസീവ് സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്ന ഭാഗം, ദാറ്റ് ഈസ് റിസപ്റ്റർ ഓർഗൻ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പൊ ഒരാള് നമ്മളെ കാല് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാല് വലിക്കും അല്ലെ. എന്തുകൊണ്ടാണ് വലിക്കുന്നത്? പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇമ്പൾസ് നമ്മുടെ സ്പൈനൽ കോഡിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഉടനെ തന്നെ ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ന്യൂറോൺസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ അഫറന്റ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസ് ഫ്രം സെൻസ് ഓർഗൻ ടു CNS. അതായത് ഇവിടെ നിന്ന് ഇമ്പൾസിന് സെൻസ് ഓർഗൻസിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോവാണ്? സെൻസറി ന്യൂറോൺസ് ആണ് സെൻസ് ഓർഗൻസിൽ നിന്ന് ഇമ്പൾസിന് വഹിച്ചു കൊണ്ടുപോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് സ്പൈനൽ കോഡാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെൻസറി ന്യൂറോൺസ് ഇമ്പൾസിനെ വഹിച്ചുകൊണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡോർസൽ റൂട്ട് ഓഫ് ഗാംഗ്ലിയോൺസിലൂടെ സ്പൈനൽ കോഡിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഇത് സ്പൈനൽ കോഡാണ്. ഈ സ്പൈനൽ കോഡിലേക്ക് എത്തും.
ഉടനെ തന്നെ ഈ സ്പൈനൽ കോഡ് ഇതിനെ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കുകയാണ്. ആ റിപ്ലൈ കൊടുക്കുന്ന ഏത് ന്യൂറോൺസിലൂടെയാണ്? മോട്ടോർ ന്യൂറോൺസിലൂടെയാണ്. അപ്പൊ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മോട്ടോർ ന്യൂറോൺസ് അതർവൈസ് കാൾഡ് ഇഫറന്റ് ന്യൂറോൺ ആണ്. ഇറ്റ് കണ്ടക്ട് ഇമ്പൾസസ് ഫ്രം ദ CNS ടു എഫക്റ്റർ ഓർഗൻ. CNS എന്ന് പറയുമ്പോൾ നമ്മൾ സ്പൈനൽ കോഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഇറ്റ് കണ്ടക്ട് ദ ഇമ്പൾസ് ഫ്രം ദ CNS ഓർ സ്പൈനൽ കോഡ് ടു ഇഫക്റ്റർ ഓർഗൻ. അപ്പോൾ ഇഫക്റ്റർ ഓർഗനിലേക്ക് ഇമ്പൾസിനെ സ്പൈനൽ കോഡിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ആര്? നമ്മൾ പറയുന്ന മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെൻസ് ഓർഗൻസിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്ന സെൻസറി ന്യൂറോൺസും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് ഇമ്പൾസ് കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺസും ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സെൻസറി ന്യൂറോൺസിനെയും മോട്ടോർ ന്യൂറോൺസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മറ്റൊരു ന്യൂറോൺ ഉണ്ട്. ദാറ്റ് ഈസ് ഇന്റർ ന്യൂറോൺസ് എന്ന് പറയും. ഇന്റർമീഡിയറ്റ് ന്യൂറോൺസ് അല്ലെങ്കിൽ ഇന്റർ ന്യൂറോൺസ് എന്ന് പറയും. അപ്പൊ ഇന്റർ ന്യൂറോൺ വിച്ച് കണക്ട് സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻ ഇഫക്റ്റർ ഓർഗൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ കാലിനൊരു വടി കൊണ്ട് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ആ അടി കിട്ടിയ ഭാഗമാണ് നമ്മൾ പറയുന്ന റിസപ്റ്റർ ഓർഗൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ മൊത്തമായിട്ട് കാല് വലിച്ചുകൊണ്ടാണ് അല്ലെ. അങ്ങനെ ഉണ്ടാവുന്ന ആ റെസ്പോണ്ട് ചെയ്യുന്ന ഓർഗനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രധാനമായിട്ടും ഇഫക്റ്റർ ഓർഗൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് റെസ്പോൺസ് ടു ഇമ്പൾസ്. അപ്പൊ ഇതാണ് നമ്മൾ അതിന്റെ ഒരു റിഫ്ലക്സ് ആർക്കായിട്ട് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്സ് ആർക്കും അതിന്റെ ഫ്ലോ ചാർട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സ്റ്റിമുലസ്, റിസപ്റ്റർ സ്വീകരിക്കുന്നു. അവിടെ നിന്ന് സെൻസറി ന്യൂറോൺസ് വഴി റിലേ ന്യൂറോൺ അതായത് ഇന്റർ ന്യൂറോൺസ് വഴി മോട്ടോർ ന്യൂറോൺസ് വഴി ഇഫക്റ്റർ ഓർഗനിൽ എത്തിച്ചേരുകയും ഇഫക്റ്റർ ഓർഗൻ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിന്റെ ഫ്ലോ ചാർട്ട്. ബ്രെയിൻ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3 മേജർ പാർട്സ്. പ്രധാനമായിട്ടും ബ്രെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ബ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് ഓർഗൻ ആണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഇറ്റ് ആക്ട് ആസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. നമ്മുടെ ബോഡിയെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ഭാഗത്തെയും കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺസിന്റെ ഗ്രൂപ്പ് കാണപ്പെടുന്ന ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ നമ്മുടെ ബോഡിയിൽ ബ്രെയിൻ ആണ്. ഈ ബ്രെയിനിനെ നമ്മൾ 3 ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഭാഗമാണ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഫോർ ബ്രെയിൻ. ദെൻ മിഡിൽ കാണപ്പെടുന്ന ഭാഗം മിഡ് ബ്രെയിൻ. ദെൻ അതായത് ഫോർ ബ്രെയിനിൽ നമ്മൾ ഇവിടെ കാണപ്പെടുന്ന സെറിബ്രം ഉണ്ട്, തലാമസ്, ഹൈപ്പോതലാമസ്. ദെൻ മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് മിഡ് ബ്രെയിനിൽ വരുന്നത്. ദാറ്റ് ഈസ് കോർപ്പോറ കോൺട്രിജമിന എന്ന് പറയുന്ന ഭാഗം. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ സെറിബെല്ലം, ദെൻ പോൺസ് റീജിയൻ, ദെൻ മെഡുല ഒബ്ലോംഗേറ്റ റീജിയൻസ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഹൈൻഡ് ബ്രെയിനിൽ പറയുന്നത്. അതായത് ബ്രെയിൻ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 3: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. Then midbrain, corpora contrigemina. Hindbrain, cerebellum, pons, medulla oblongata. നമുക്കിനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് ഈസ് ഫോർ ബ്രെയിൻ. എന്താണ് ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഫോർ ബ്രെയിൻ ബ്രെയിനിലെ ആന്റീരിയർ പാർട്ടിൽ കാണപ്പെടുന്ന ഭാഗമാണ്. ആന്റീരിയർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് കാൾഡ് ഫോർ ബ്രെയിൻ. ആന്റീരിയർ പാർട്ടിനെയാണ് നമ്മൾ ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഫോർ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ 3 പാർട്ട് ഉണ്ട് അല്ലെ. 3 പാർട്സ് ഉണ്ട്. സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. അതായത് സെറിബ്രം എന്ന് പറയുമ്പോൾ ഒരു ബ്രെയിനിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. അതായത് 80% കാണപ്പെടുന്നത് സെറിബ്രം എന്ന് പറയുന്ന റീജിയൻസ് ആണ്. ഇനി സെറിബ്രത്തിൽ നിങ്ങൾക്ക് കാണാം ധാരാളം മടക്കുകളും ചുളിവുകളും കാണുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ് ഈ മടക്കുകളും ചുളിവുകളും? ടു അക്കോമഡേറ്റ് മോർ ന്യൂറോൺസ്. ഒരുപാട് ന്യൂറോൺസ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ കോടാനുകോടി ന്യൂറോൺസ് കൊണ്ടാണ് ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ന്യൂറോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നത്. ഇനി ഏറ്റവും പുറമെ കാണപ്പെടുന്ന ബ്രെയിൻ്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഈ ഭാഗത്തിന് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയും. കോർട്ടെക്സും അതേപോലെ തന്നെ ഉൾഭാഗത്തെ മെഡുല എന്ന് പറയും. ഇവിടെ ബ്രെയിനിന്റെ കോർട്ടെക്സ് റീജിയൻ നമ്മൾ അതർവൈസ് കാൾഡ് ഗ്രേ മാറ്റർ.
അതേപോലെ തന്നെ മെഡുലാർ റീജിയൻസിന് വൈറ്റ് മാറ്റർ എന്നും പറയും. എന്തുകൊണ്ടാണ് കോർട്ടെക്സ് റീജിയൻ, കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഈ പുറം ഭാഗമാണ് കേട്ടോ, ബ്രെയിനിന്റെ ഏറ്റവും പുറത്തെ ഭാഗത്തിനെയാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാവുന്നതാണ്, ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂറോൺസ് കൊണ്ടാണ്. ഈ ന്യൂറോൺസിലെ സെൽ ബോഡീസ് ആണ് ഏറ്റവും കൂടുതൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. സോ ഇറ്റ്സ് കാൾഡ് ഗ്രേ മാറ്റർ. എന്നാൽ മെഡുലാർ റീജിയൻസിലെ ഇതിന്റെ ഉൾഭാഗം, നമ്മൾ ബ്രെയിനിന്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് കാണപ്പെടുക. കാരണം എന്താണ്, ന്യൂറോൺസിന്റെ ആക്സോൺസ്, മൈലിനേറ്റഡ് ആക്സോൺസ് കാണപ്പെടുന്നത് മെഡുലാർ റീജിയൻസിലാണ്. അതുകൊണ്ടാണ് വൈറ്റ് കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നുണ്ട് ഇത് മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതില് നമ്മൾ പറഞ്ഞു സെറിബ്രം എന്ന് പറയുന്നത് മേജർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ദെൻ എ ഡീപ്പ് ക്ലഫ്റ്റ് ഡിവൈഡ് ദ സെറിബ്രം ലോഞ്ചിറ്റ്യൂഡ്നലി ഇൻടു 2 halves. നമ്മൾ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ 2 ഹാഫായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ കാൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ. അപ്പോൾ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഹാഫായിട്ടാണ് കാണപ്പെടുക. അതായത് ഒരു ഡീപ്പ് ക്ലഫ്റ്റ് സെറിബ്രത്തെ ലോഞ്ചിറ്റ്യൂഡലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, 2 ഹാഫായിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറും ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറും കാണപ്പെടും. ദെൻ ദ ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ തിക് ബാൻഡ് ഓഫ് നെർവ് ഫൈബർ കാൾഡ് കോർപ്പസ് കലോസം. അപ്പൊ ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയറിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിക് ബാൻഡ് ഓഫ് നെർവ് ഫൈബർ ഉണ്ട്. ആ തിക് ബാൻഡ് ഓഫ് നെർവ് ഫൈബറിനെയാണ് കോർപ്പസ് കലോസം. നമുക്ക് ഈ ഡയഗ്രത്തിൽ ഒരു ഗ്രീൻ കളറിലാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ സെറിബ്രൽ ഹെമിസ്ഫിയറും അതേപോലെ തൊട്ടടുത്ത് കാണപ്പെടുന്ന സെറിബ്രൽ ഹെമിസ്ഫിയറിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന തിക് ബാൻഡ് ഓഫ് നെർവ് ഫൈബറിനെയാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. നോർമൽ കേസിൽ ബ്രെയിനിൽ കോർപ്പസ് കലോസം വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. കാരണം എന്തായിരിക്കണം, നമ്മൾ ഇവിടെ പറഞ്ഞതാണ് തിക് ബാൻഡ് ഓഫ് നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ അതിലെ ന്യൂറോൺസിന്റെ ഏത് ഭാഗമാണ് കാണപ്പെടുക, ആക്സോൺസ് ആണ് അല്ലെ, മൈലിനേറ്റഡ് ആക്സോൺസ് ആണ്. മൈലിനേറ്റഡ് ആക്സോൺസിന്റെ കളർ എന്താണ്, വൈറ്റ് കളറാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കോർപ്പസ് കലോസം വൈറ്റ് കളറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കോർപ്പസ് കലോസം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു തന്നെയാണ്, ന്യൂറോൺസിന്റെ തിക് ബാൻഡ് ഓഫ് നെർവ് ഫൈബർ കൊണ്ട് 2 സെറിബ്രൽ ഹെമിസ്ഫിയറിനെയും ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സെറിബ്രം കൺസിസ്റ്റ് ഓഫ് 2 parts, namely cortex region and medulla regions. Thalamus. Cerebrum wraps around a structure called thalamus. അതായത് സെറിബ്രത്താൽ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെറിബ്രം ഒന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ തലാമസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽസ്. സെൻസറി സിഗ്നൽസിനെയും മോട്ടോർ സിഗ്നൽസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന സെന്ററാണ്, രണ്ടിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, സെൻസറി സിഗ്നൽസിനെയും മോട്ടോർ സിഗ്നൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോർഡിനേറ്റിംഗ് സെന്ററാണ് തലാമസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ആക്ട് ആസ് റിലേ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ അതിന്റെ ബ്രെയിനിലൂടെ വരുന്ന ഇമ്പൽസിനെ അല്ലെങ്കിൽ സിഗ്നൽസ് കടന്നു പോകുന്നത് തലാമസിലൂടെയാണ്. എങ്ങോട്ട്? സെറിബ്രൽ കോർട്ടെക്സ് റീജിയൻ, സെറിബ്രത്തിലേക്ക്. അപ്പൊ നമുക്കറിയാം അയിൻ ബ്രെയിനിലൂടെ വരുന്ന സിഗ്നൽസ് തലാമസിലൂടെയാണ് സെറിബ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തലാമസിനെ എന്ത് പറയുന്നത്, റിലേ സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ തലാമസ് ആണ് സെൻസറി ന്യൂറോൺസിനെയും അല്ലെങ്കിൽ സെൻസറി സിഗ്നൽസിനെയും മോട്ടോർ സിഗ്നൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ദെൻ ഹൈപ്പോതലാമസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയൺ ആണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ വിച്ച് ലൈസ് അറ്റ് ദ ബേസ് ഓഫ് ദ തലാമസ്. തലാമസിന്റെ ബേസിലായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ പറയുന്ന ഇത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതലാമസിൽ ഒരുപാട് കൂട്ടം ന്യൂറോൺസ് ഉണ്ട്, ന്യൂറൽ സെന്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറൽ സെന്റേഴ്സ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ഇറ്റ്
contains a number of centers which control body temperature. നമ്മുടെ ബോഡിയുടെ താപനിലയെയും അതേപോലെ തന്നെ ഹർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ദാഹം അതേപോലെ തന്നെ വിശപ്പ് ഒക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റേഴ്സ് എവിടെ കാണപ്പെടുന്നത്? ഹൈപ്പോതലാമസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും അതേപോലെ തന്നെ നമ്മുടെ താപനിലയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും ആരാണ്? ഹൈപ്പോതലാമസ് ആണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ആൾസോ കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്സ് ഓഫ് ന്യൂറോസെക്രീറ്ററി സെൽസ് which secrete hormones called hypothalamic hormone. അപ്പോൾ ഹൈപ്പോതലാമസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ട ഹോർമോൺ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സെക്രട്ടറി സെൽസ് ഉണ്ട്. അപ്പം ന്യൂറോൺസ് നമുക്കറിയാവുന്നതാണ്, ബ്രെയിനിൽ വേറെ ഒന്നുമില്ല, വെറും ന്യൂറോൺസ് മാത്രമാണെന്ന്. ഈ ന്യൂറോൺസ് ആണ് ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ്. ന്യൂറോൺസ് ആണ് ഹോർമോൺ സെക്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ന്യൂറോ സെക്രട്ടറി സെൽസ് കാണപ്പെടുന്നുണ്ട് എന്നും അതാണ് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് എന്നും. അപ്പോൾ നമുക്കറിയാം അതിനെയാണ് നമ്മൾ ഹൈപ്പോതലാമിക് ഹോർമോൺ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഹൈപ്പോതലാമിക് ഹോർമോൺ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നോക്കാം. Midbrain. It is located between thalamus and hypothalamus of the forebrain and pons of the hindbrain. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മിഡ്ബ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഫോർബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർബ്രെയിനിന്റെയും ഹൈൻഡ് ബ്രെയിനിന്റെയും ഇടയിൽ കാണപ്പെടുന്ന റീജിയൻ ആണ് നമ്മൾ പറയുന്ന മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ മിഡ് ബ്രെയിനിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു കനാൽ കാണപ്പെടുന്നുണ്ട്. ആ കനാലിനെയാണ് നമ്മൾ സെറിബ്രൽ അക്വഡക്റ്റ് എന്ന് പറയുന്നത്. ഈ കനാൽ കാൾഡ് സെറിബ്രൽ അക്വഡക്റ്റ് പാസസ് ത്രൂ ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിലൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? വിച്ച് കണക്ട് ഫോർ ബ്രെയിൻ വിത്ത് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനെയും ഹൈൻഡ് ബ്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആരെ? സെറിബ്രൽ അക്വഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് കോർപ്പോറ കോൺട്രിച്ചെമിന എന്ന് പറയുന്നത്. അതായത് ഡോർസൽ റീജിയൻ ഓഫ് ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിന്റെ ഡോർസൽ റീജിയൻസിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഫൗണ്ട് 4 lobes ഓഫ് റൗണ്ട് സ്വെല്ലിംഗ്. 4 lobes ഓഫ് റൗണ്ട് സ്വെല്ലിംഗ്. 4 സ്വെല്ലിങ്സ് കാണാം. 4 ഇങ്ങനെ വീർത്ത കോട്ടി പോലെ ഉണ്ടാവുന്ന ഒരു ഭാഗം കാണാം, ഒരു ഓർഗൻ കാണാം. അല്ലെങ്കിൽ 4 ഉണ്ട പോലെ ഉണ്ടാവുന്ന ഭാഗം. സാധാരണ ചെറിയൊരു കോട്ടി പോലെയാണ്, അത്ര വലിപ്പമുള്ളത്. അപ്പോൾ 4 lobes ഓഫ് റൗണ്ട് സ്വെല്ലിങ്സ് ഓഫ് ന്യൂറൽ ടിഷ്യൂസ് കാൾഡ് കോർപ്പോറ കോൺട്രിച്ചെമിന. 4 lobes ഓഫ് റൗണ്ട് സ്വെല്ലിങ്സ് ഓഫ് ന്യൂറൽ ടിഷ്യൂ കാൾഡ് കോർപ്പോറ കോൺട്രിച്ചെമിന. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം അതിന്റെ ഫംഗ്ഷന്? കോർപ്പോറ കോൺട്രിച്ചെമിനയുടെ ഫംഗ്ഷന് ഓഡിറ്ററി റിഫ്ലെക്സ് ആയിട്ടും വിഷ്വൽ റിഫ്ലെക്സ് ആയിട്ടും ആണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ? ബ്രെയിൻ സ്റ്റെം അല്ലെ, ബ്രെയിൻ്റെ സ്റ്റെം എന്തായിരിക്കണം? അല്ലെങ്കിൽ ആരാണ് ബ്രെയിൻ സ്റ്റെം ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്? മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും. മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനുമാണ് ബ്രെയിൻ സ്റ്റെം ആയിട്ട് ഫോം ചെയ്തില്ല. മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ ഫോം ദ ബ്രെയിൻ സ്റ്റെം. Then next is the hind brain. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ കാണപ്പെടുന്ന റീജിയൻ ആണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പോൺസ് റീജിയണും അതേപോലെ തന്നെ സെറിബെല്ലവും മെഡുല റീജിയൻസും. ഇതിൽ എന്താണ് പോൺസ് എന്ന് പറഞ്ഞാൽ? പോൺസ് എന്ന് പറയുകയാണെങ്കിൽ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പോൺസിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. കാരണം അവിടെ എന്ത് കാണപ്പെടുള്ളൂ? ന്യൂറോൺസിന്റെ ആക്സോൺസ് ആണ് കാണപ്പെടുക. നോക്കാം നമുക്ക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ട്. നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ ആക്സോൺ ആണ് അല്ലെ. ഫൈബർ ട്രാക്ട് ദാറ്റ് ഇന്റർ കണക്ട് ഡിഫറെന്റ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ. ഫൈബർ ട്രാക്ട് ആണ് അത് എന്ത് ചെയ്യേണ്ടത്? ഇന്റർ കണക്ട് ഡിഫറെന്റ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. എങ്ങനെയായിരിക്കണം? നോക്കിയേ, പോൺസിന്റെ മുകളിലാണ് സെറിബ്രം, പോൺസിന്റെ ബാക്കിലാണ് സെറിബെല്ലം, പോൺസിന്റെ അടിയിലാണ് മെഡുല റീജിയൻസ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ പോൺസ് വിച്ച് കണക്ട് സെറിബ്രം എബോവ് അല്ലെ, ദെൻ സെറിബെല്ലം ബിഹൈൻഡ് ആൻഡ് ബിലോ മെഡുല റീജിയൻസ്. അപ്പോൾ മുകളിൽ സെറിബ്രത്തെയും ബാക്കിൽ സെറിബെല്ലത്തിനെയും താഴെ മെഡുലയെയും കണക്ട് ചെയ്ത് നിർത്തുന്ന ഫൈബർ ട്രാക്റ്റ് ആണ് ആര്? പോൺസ് റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. തൊട്ട് ബാക്കിൽ, പോൺസിന് തൊട്ട് ബാക്കിൽ കാണപ്പെടുന്ന ഹൈലി കൺവല്യൂട്ടഡ് ആയിട്ടുള്ള ധാരാളം അടക്കളും ചുളിവുകളും കാണപ്പെടുന്ന റീജിയൻ ആണ് അല്ലെ. നമുക്ക് ഇറ്റ് ഹാസ് വെരി കൺവല്യൂട്ടഡ് സർഫസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ അഡീഷണൽ സ്പേസ് ഫോർ മെനി ന്യൂറോൺസ്. അതായത് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ഫംഗ്ഷൻസ് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ
നമ്മൾ നോക്കുകയാണെങ്കിൽ സെറിബെല്ലം ധാരാളം മടക്കുകളും ചുളിവുകളും കാണുന്നുണ്ട്. എന്തിനായിരിക്കണം? അതിന്റെ ധാരാളം ന്യൂറോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈലി കൺവല്യൂഷൻ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ധാരാളം മടക്കളും ചുളിവുകളും കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദ മെഡുല ഒബ്ലോങ്ങേറ്റ റീജിയൻസ്. തൊട്ട് താഴെ കാണപ്പെടുന്ന റീജിയൻ അത് ആരുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്പൈനൽ കോഡ്. Then it contains centers which control respiration, cardiovascular reflexes and gastric secretion. അങ്ങനെ 3 ഫംഗ്ഷനെയാണ് പ്രധാനമായിട്ടും മെഡുല ഒബ്ലോങ്ങേറ്റ റീജിയൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന സെന്റേഴ്സ് കാണപ്പെടുന്നത് മെഡുല ഒബ്ലോങ്ങേറ്റയിലാണ്. ദെൻ കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള റിഫ്ലക്സസിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഗ്യാസ്ട്രിക് സെക്രേഷൻ, ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് എൻസൈം സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്യാസ്ട്രിക് സെക്രേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സെന്റേഴ്സ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്രധാനമായിട്ടും മെഡുല റീജിയൻസിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഐ. അവർ പെയർഡ് ഐസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സോക്കറ്റ് ഓഫ് സ്കൾ കാൾഡ് ഓർബിറ്റ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ സ്കള്ളില് ഒരു റൗണ്ട് സോക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ വൃത്താകൃതിയിൽ ഉണ്ടാകുന്ന ഒരു കുഴിയുണ്ട് അല്ലെ. ആ കുഴിയിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ കണ്ണ് കാണപ്പെടുക. അപ്പൊ റൗണ്ട് ഷേപ്പാണ് അല്ലെ. അങ്ങനെ ഉണ്ടാകുന്ന ഈ സോക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൈ പ്ലേസ് ചെയ്തിരിക്കുന്ന ഭാഗം സോക്കറ്റിനെയാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ബോൾ ഷേപ്പ് ആണെങ്കിൽ, റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് എന്തായിരിക്കണം? റൗണ്ട് ഷേപ്പാണ് അല്ലെ. Then the adult human eyeball is spherical structure. Spherical ആയിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിരിക്കും കാണപ്പെടുന്നത്. The wall of the eyeball is composed of 3 layers. ഐബോളിന്റെ വാൾ 3 ലെയേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്? സ്ക്ലീറ, കോറോയിഡ് ആൻഡ് റെറ്റിന. സ്ക്ലീറ എന്താണ്? സ്ക്ലീറ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലെയർ ഈസ് കമ്പോസ്ഡ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ കാൾഡ് സ്ക്ലീറ. കണ്ണിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ലെയർ, പാളി നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ആ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിനെയാണ് നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. അത് നല്ല കട്ടിയുള്ളതാണ്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ആന്റീരിയർ പോർഷൻ ഓഫ് ദിസ് ലെയർ. Anterior portion of this layer is called cornea. ആന്റീരിയർ പോർഷനെയാണ് കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ട്രാൻസ്പാരന്റ് ആണ്, ലാക്സ് ബ്ലഡ് വെസൽ, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആബ്സെന്റ് ആയിട്ട് കാണപ്പെടുന്ന റീജിയനാണ് കോർണിയ. അപ്പൊ ഇവിടെ നോക്കിയ കണ്ണില് ഇപ്പൊ ഇവിടെ ഒരു ബ്ലൂയിഷ് കളറായിട്ടുള്ള കണ്ണ് കാണുന്നുണ്ട് അല്ല, നമ്മൾ അതിനെ പറയും ഐറിസ് എന്ന് പറയും. അതിന് തൊട്ട് മുന്നിൽ തന്നെ ഒരു ചെറിയൊരു പാട പോലെ, വളരെ നേർത്തൊരു പാട പോലെ കാണപ്പെടും. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള മെമ്പറൈൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്ലീറയുടെ ആന്റീരിയർ പാർട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? കോർണിയ എന്ന പാർട്ടായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കോറോയിഡ്. കോറോയിഡ് എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണ്, മധ്യത്തിലുണ്ടാകുന്ന ലെയറാണ്, മധ്യഭാഗത്ത് കാണപ്പെടുന്ന ലെയറാണ് കോറോയിഡ് എന്ന് പറയുന്നത്. ധാരാളം ബ്ലഡ് വെസൽസ് കാണപ്പെടും. അതേപോലെ അതുകൊണ്ട് തന്നെ അതൊരു ബ്ലൂയിഷ് കളറിലാണ് കാണപ്പെടുന്നത്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് മെനി ബ്ലഡ് വെസൽസ് ആൻഡ് ലുക്സ് ബ്ലൂയിഷ് ഇൻ കളർ. Anterior part of the choroid layer is thick and is called ciliary body. ഈ കോറോയിഡ് ലെയറിന്റെ ആന്റീരിയർ പാർട്ടിൽ ഒരു തിക്ക് പാർട്ട് ഉണ്ട്, 2 സൈഡിലൂടെ തിക്ക് പാർട്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സീലിയറി ബോഡി എന്ന് പറയും. ഫ്രം ദ സീലിയറി ബോഡി എറൈസ് സസ്പെൻസറി ലിഗ്മെന്റ്സ്. അതിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ചെറിയ ചെറിയ ലിഗ്മെന്റ്സ് ഉണ്ട്. ആ ലിഗ്മെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് സസ്പെൻസറി ലിഗ്മെന്റ്സ് എന്ന് പറയും. ആ ലിഗ്മെന്റ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹോൾഡ് ദ ലെൻസ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ആ ലെൻസിന്, ഇതിന്റെ സെന്ററിൽ കാണപ്പെടുന്ന ലെൻസിനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷന്? സസ്പെൻസറി ലിഗ്മെന്റ്സിന്റെ ഫംഗ്ഷന്. ദെൻ സസ്പെൻസറി ലിഗ്മെന്റ്സ് അതേപോലെ തന്നെ ലെൻസ് പിടിച്ചു നിർത്തുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ലെൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ. ദെൻ സസ്പെൻസറി ലിഗ്മെന്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ സീലിയറി ബോഡി ദാറ്റ് ഹോൾഡ്സ് ദ ലെൻസ്. ഓക്കെ. ദ ലെൻസ് എന്ന് പറയാൻ ഇറ്റ് ഈസ് എ ട്രാൻസ്പാരന്റ് ക്രിസ്റ്റലൈൻ ലെൻസ് ഹെൽഡ് ഇൻ എ പ്ലേസ് ബൈ ലിഗ്മെന്റ് അറ്റാച്ച് ടു ദ സീലിയറി ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ലെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പാരന്റ് ആണ്, അതിനെ പിടിച്ചു നിർത്തുന്ന സസ്പെൻസറി ലിഗ്മെന്റ്സ് ആണ്. ആ സസ്പെൻസറി ലിഗ്മെന്റ്സ് അറൈസസ് ചെയ്യുന്നത് സീലിയറി ബോഡി എന്ന് പറയുന്ന കോറോയിഡ് ലെയറിൽ നിന്നാണ്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഹൈറിസ്. എന്താണ് ഹൈറിസ് എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ കണ്ണില് കാണപ്പെടുന്ന ഈ സെന്റർ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാവുന്നതാണ് ദ കളർ ഓഫ് ദ ഹൈറിസ് ഗിവ് കളർ ടു ദ ഐ.
കളർ ഓഫ് ദ ഐറിസ് ഗിവ് കളർ ടു ദ ഐ. ഐറിസിന് എന്ത് കളറാണോ അതാണ് നമ്മൾ കണ്ണിന്റെ കളറായിട്ട് പറയുന്നത്. അപ്പൊ ചില ആളുകളിലൊക്കെ ബ്ലാക്ക് ഐ ആയിരിക്കും, അപ്പൊ ഐറിസിന് ബ്ലാക്ക് ആയിരിക്കും. ചിലരുടെ കണ്ണില് ഐറിസ് ഒരു ഗ്രേ കളർ ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ ഗ്രേ ഐ എന്ന് പറയും. ചിലരുടെ കണ്ണിനാണെങ്കിൽ ബ്ലൂ ആയിരിക്കും ഐറിസിന് ഉണ്ടാവുക, അതുകൊണ്ട് ബ്ലൂ ഐ എന്ന് പറയും. നോക്കാം. അപ്പൊ ഈ ഐറിസ് എവിടെ നിന്നാണ് വരുന്നത്? ഐറിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോറോയിഡ് ലെയറിന്റെ ഭാഗം തന്നെയാണ്. നോക്കാം നമുക്ക്. സീലിയറി ബോഡി കണ്ടിന്യൂസ് ഫോർവേഡ് ടു ഫോം പിഗ്മെന്റഡ് ആൻഡ് ഒപ്പേക് സ്ട്രക്ചർ. ആ സീലിയറി ബോഡിയിൽ നിന്നും നമ്മൾ പറഞ്ഞു കോറോയിഡ് ലെയറിന്റെ ആന്റിനർ പാർട്ട് തിക്കാണെന്ന് പറഞ്ഞു. ആ തിക്ക് പാർട്ടിൽ നിന്നാണ് ലിഗ്മെന്റ്സ് അറൈസ് ചെയ്ത് ലെൻസിനെ പിടിച്ച് നിർത്തുന്നതെന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ പറയുന്ന സീലിയറി ബോഡിയിൽ നിന്ന് തന്നെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സർക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. സർക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. സീലിയറി ബോഡി കണ്ടിന്യൂസ് ഫോർവേഡ് ടു ഫോം പിഗ്മെന്റഡ് ആൻഡ് ഒപ്പേക് സ്ട്രക്ചർ കാൾഡ് ഐറിസ്. ഇറ്റ് ആസ് സെൻട്രൽ ഓപ്പണിംഗ് കാൾഡ് പ്യൂപ്പിൾ. നോക്കിയേ, ഈ ഡയഗ്രത്തിൽ തന്നെ കാണാവുന്നതാണ്. സെൻട്രൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്യൂപ്പിൾ എന്ന് പറയും. ദ ഡയമീറ്റർ ഓഫ് ദ പ്യൂപ്പിൾ is regulated by circular and longitudinal muscle found in the iris. ഈ ഐറിസ് എന്ന് പറയുന്ന ഭാഗത്തിൽ ഉണ്ടാകുന്ന സർക്കുലർ ആയിട്ടുള്ള മസിൽസും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസുമാണ് ഐറിസിന്റെ സെൻട്രലിൽ കാണപ്പെടുന്ന പ്യൂപ്പിളിന്റെ ഡയമീറ്റർ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ കണ്ണിലേക്ക് ആരെങ്കിലും ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊന്ന് കണ്ണ് ചുരുക്കും, അല്ലെ, കണ്ണടക്കും. അതായത് അപ്പൊ പ്യൂപ്പിള് ചുരുങ്ങാണ് ചെയ്യുന്നത്. എന്നാൽ മങ്ങിയ വെളിച്ചത്തിലൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മളൊന്നും കൂടി കണ്ണ് വികസിക്കും, അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്യൂപ്പിളിന്റെ ഡയമീറ്റർ റെഗുലേറ്റ് ചെയ്യാം. ആ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഐറിസിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് മസിൽസ് ആണ്. ഒന്ന് സർക്കുലർ മസിൽസും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും. അതിന്റെ കൺട്രാക്ഷൻ റിലാക്സേഷൻസിലൂടെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. റെറ്റിന. ഇറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫോട്ടോ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റ്സ് ഒക്കെ ഉള്ള റിസപ്റ്റേഴ്സ് ഉള്ള ഒരു ഭാഗമാണ് റെറ്റിന എന്ന് പറയുന്നത്. ഫോട്ടോ സെൻസിറ്റീവ് ലെയർ ഓഫ് ഐ ദാറ്റ് കണ്ടെയ്ൻ ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഓക്കെ, റെറ്റിന കണ്ടെയ്ൻ 3 layers ഓഫ് സെൽസ്. 3 ലെയർ സെല്ല് കാണപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതാണ്. ഇന്നർ ഗാംഗ്ലിയോൺ സെൽസ്, ഗാംഗ്ലിയോൺ സെല്ലായിട്ട് ഡിവൈഡ്. ഇന്നർ ഗാംഗ്ലിയോൺ സെൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗാംഗ്ലിയോൺ സെൽ. മിഡിൽ ബൈപോളാർ ന്യൂറോൺ, ദെൻ ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഔട്ടർ ഫോട്ടോ റിസപ്റ്റർ സെൽസ് കാണാം, റോഡ്സും അതേപോലെ തന്നെ കോൺസും എന്നുള്ളത്. ഫോട്ടോ റിസപ്റ്റർ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റോഡ്സും കോൺസും ലൈറ്റിന് സ്വീകരിക്കും, അല്ലെ. അതാണ് നമ്മുടെ ഫോട്ടോ റിസപ്റ്റർ സെൽസ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് റോഡ്സും കോൺസും എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് റോഡ്സും കോൺസും തമ്മിൽ വ്യത്യാസം. അപ്പോൾ നമുക്ക് നോക്കാം. 2-3 പോയിന്റ് എഴുതി വെച്ചാൽ മതി. റോഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നോൺ എബിലിറ്റി ടു ഡിറ്റക്ട് കളർ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവില്ല. എന്നാൽ അതേ സമയത്ത് കോൺ സെൽസിനോ എബിലിറ്റി ടു ഡിറ്റക്ട് കളർ, അല്ലെ. റോഡ് സെൽസിന്റെ ഷേപ്പ് എന്താണ്? റോഡ് ഷേപ്പ് ആണെങ്കിൽ കോണിന്റെയോ കോൺ ഷേപ്പ് ആയിരിക്കും. ദെൻ ഏത് സമയത്താണ് വിഷൻ പോസിബിൾ ആവുന്നത്? നൈറ്റ് ടൈമിൽ. സോ നൈറ്റ് വിഷൻ എന്ന് പറയും. അതേ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സ്കോട്ടോപിക് വിഷൻ എന്ന് പറയും. കോൺ സെൽസിന് കളർ വിഷനെയാണ് ഫോട്ടോപിക് വിഷൻ, കളർ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെ. കോൺ സെൽസ് കളർ വിഷൻ എന്ന് പറയും. ദെൻ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫോട്ടോപിക് വിഷൻ. ഇതിൽ കാണപ്പെടുന്ന റോഡ് സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോൺ സെൽസിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഐഡോപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഈ പിഗ്മെന്റ്സ് ഒക്കെ എവിടുന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്? പിഗ്മെന്റ് സിന്തസൈസ് ഫ്രം വൈറ്റമിൻ എ. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ള വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, കണ്ണിന്റെ കാഴ്ചശക്തി കൂടാൻ എന്നുള്ളത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്. ഇനി പറയുന്നത് റോഡ് സെൽസ് ഒരേ ഒരു ടൈപ്പ് മാത്രം റോഡ് സെൽസ് ആണ് ഉള്ളത് എങ്കിൽ കോൺ സെൽസ് 3 ടൈപ്പ് ഉണ്ട്. അത് ഏതെല്ലാം കളറിന് ഡിറ്റക്ട് ചെയ്യുന്നതാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ. റെഡും ഗ്രീനും ബ്ലൂവും, അല്ലെ. ചുവപ്പ്, പച്ച, നീല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അത് മാത്രമല്ല കാണുന്നത്, ആ കളർ മാത്രമാണ് കാണുന്നത്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് ഉള്ള കളർ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സെൻസേഷൻ ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് കോമ്പിനേഷൻ ഓഫ് ദീസ് കോൺസ് and their photopigments. Various combination of these കോൺസിന്റെ വേരിയസ് കോമ്പിനേഷൻ ആണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, അല്ല. ഇപ്പൊ നമ്മൾ പെയിന്റ് കൊടുക്കുന്ന ടൈമിൽ 2 കളറൊക്കെ മിക്സ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കിട്ടും, അല്ല. അതേപോലെ തന്നെ ഇതിന്റെ ഫലമായിട്ട്, ഈ കോമ്പിനേഷന്റെ ഫലമായിട്ട് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് കിട്ടുന്നത്.
Then when these cones are stimulated equally, കോൺ സെൽസ് ഈക്വലി ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. When these cones are stimulated equally, a sensation of white light is produced. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ എന്താണ് യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ it is the region of retina from where the optic nerve originates. ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന റെറ്റിനയുടെ ഭാഗം. അതായത് ഇപ്പം നമ്മൾ ഈ ഡയഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗം അല്ലേ, ഈ ഭാഗത്തിലൂടെയാണ് ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ റീജിയൻ ഓഫ് റെറ്റിന ഫ്രം വേർ ദ ഒപ്റ്റിക് നെർവ് റീജിയൻ. കണ്ണിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നാണോ ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് റീജിയൻ നോട്ട് കണ്ടെയ്ൻ എനി കോൺ സെൽസ്. ഇവിടെ എന്ത് കാണപ്പെടില്ല? കോൺ സെൽസ് ഇല്ല, ഓർ റോഡ് സെൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ റിസപ്റ്റർ സെൽസും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വിഷൻ സാധ്യമല്ല. നോ വിഷൻ ഇൻ ദിസ് ഏരിയ. നെക്സ്റ്റ് പാർട്ട് ഈസ് മാക്കുല ലൂട്ടിയ ഓർ യെല്ലോ സ്പോട്ട്. എന്താണ് മാക്കുല ലൂട്ടിയ അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഈ ബ്ലൈൻഡ് സ്പോട്ടിന് തൊട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഭാഗമാണ് മാക്കുല ലൂട്ടിയ അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അറ്റ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ, ഇതാണ് പോസ്റ്റീരിയർ പാർട്ട് അല്ലേ. ലാറ്ററൽ ടു ദ ബ്ലൈൻഡ് സ്പോട്ട്, there is a yellowish pigmented spot called macula lutea. വളരെ യെല്ലോയിഷ് ആയിട്ടുള്ള പിഗ്മെന്റഡ് സ്പോട്ട് കാണും. അതിനെയാണ് നമ്മൾ മാക്കുല ലൂട്ടിയ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ചെറിയൊരു പിറ്റ് ഉണ്ട്, ഒരു കുഴി. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പിറ്റ് പോലെ കാണപ്പെടുന്നുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ ഫോവിയ എന്ന് പറയുന്നത്. yellowish pigmented spot called macula lutea which contain central pitch called fovea. The fovea is thinned out portion of the retina. റെറ്റിനയുടെ ഏറ്റവും കനം കുറഞ്ഞ ഭാഗമാണ് ഫോവിയ എന്ന് പറയുന്നത്. എന്നാൽ അതിന് പ്രത്യേകതയുണ്ട്. where only the cones are densely packed. ഇവിടെ കോൺ സെൽസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ it is the keenest vision. വളരെ ഷാർപ്പായിട്ടുണ്ടാകുന്ന വിഷനാണ് പോസിബിൾ ആകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചാമ്പേഴ്സ് ഓഫ് ദ ഐ. ഐയിൽ കാണപ്പെടുന്ന അറകൾ ഏതെല്ലാമാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കാണപ്പെടുന്ന രണ്ട് പാർട്ടാണ് അക്യൂസ് ചേമ്പറും വിട്രസ് ചേമ്പറും. അക്യൂസ് ചേമ്പറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ അക്യൂസ് ഹ്യൂമർ എന്നും വിട്രസ് ചേമ്പറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ വിട്രസ് ഹ്യൂമർ എന്നും പറയും. ഇനി നമുക്ക് അതിന്റെ പ്രത്യേകതയാണ് നോക്കേണ്ടത്. എവിടെയാണ് അക്യൂസ് ഹ്യൂമർ കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ്. ലെൻസിന്റെയും കോർണിയ, നമുക്ക് പറഞ്ഞു സ്ക്ലീറയിൽ നിന്ന് അറേസ് ചെയ്യുന്നതാണ് കോർണിയ എന്ന് പറഞ്ഞാൽ, കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യൂസ് ചാമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചാമ്പറിൽ നിറച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണ്? അത് വെള്ളം പോലെയായിരിക്കും. അതായത് ഇറ്റ് കണ്ടെയ്ൻ തിൻ വാട്ടറി ട്രാൻസ്പാരന്റ് ഫ്ലൂയിഡ്. തിൻ വാട്ടറി ട്രാൻസ്പാരന്റ് ഫ്ലൂയിഡ്, വെള്ളം പോലെയുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പറയുന്നുണ്ട് അക്യൂസ് ഹ്യൂമർ എന്ന് പറയും. Then next is the vitreous chamber. It is the space between lens and retina. ഇതാണ് ലെൻസും റെറ്റിനയുടെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് വിട്രസ് ചാമ്പർ എന്ന് പറയുന്നത്. It is filled with a jelly like transparent fluid. ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഫ്ലൂയിഡിന് വ്യത്യാസമുണ്ട്. ഇത് വെള്ളം പോലെയുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ ഇത് ജെല്ലി ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. പ്രധാനമായിട്ടും എന്ത്? വിട്രസ് ചാമ്പറിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് വിട്രസ് ഹ്യൂമർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. കണ്ണിന് 3 ലെയേഴ്സ് ആണ്. ഔട്ടർ സ്ക്ലീറ, സെൻട്രൽ കൊറോയിഡ്, മൂന്നാമത്തെ റെറ്റിന. സ്ക്ലീറ നമ്മുടെ കണ്ണിലെ വൈറ്റ് പാർട്ടാണ്. അതിന്റെ സെൻട്രലിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോർണിയ. ദെൻ കൊറോയിഡ്, ആന്റിരിയർ പോർഷൻ തിക്കനിങ് ഉണ്ട്. സീലിയറി ബോഡിയിൽ നിന്ന് എന്ത് ഫോം ചെയ്യേണ്ടത്? സസ്പെൻസറി ലിഗ്മെന്റ്സ് ലെൻസിന് അതിന്റെ ഒറിജിനൽ പൊസിഷൻ നിൽക്കും. പിന്നെ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സീലിയറി ബോഡിയിൽ നിന്ന് ആന്റീരിയറിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം അല്ലേ, ദാറ്റ് ഈസ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സീലിയറി ബോഡിയിൽ നിന്ന് അറേസ് ചെയ്യുന്ന സർക്കുലർ ഒപ്പേക്ക് സ്ട്രക്ചറാണ് നമ്മൾ പറയുന്ന ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിന്റെ സെന്ററിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് സെന്ററിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന എന്ന് പറയുന്നത് ഇവിടെയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് കാണപ്പെടുന്നത്. റെറ്റിനയിലാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് നെർവ് ഒറിജിൻ ചെയ്യുന്ന കണ്ണിന്റെ ഭാഗമാണ് ഏത്? ബ്ലൈൻഡ് സ്പോട്ട് എങ്കിൽ ഇവിടെ നിന്ന് പോസ്റ്റീരിയർ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു തിൻ ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്യുല ലൂട്ടിയ എന്ന് പറയുന്നത്. ഇയർ ഈസ് ദ ഓർഗൻ ഓഫ് ഹിയറിംഗ് ആൻഡ് ബാലൻസിങ്.
നമ്മുടെ ചെവിയുടെ ഫംഗ്ഷൻ എന്താണ്? അതായത് കേൾവിയെ സഹായിക്കുക, അതേപോലെ തന്നെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലേ. ഇയർ ഈസ് ദ ഓർഗൻ ഓഫ് ഹിയറിംഗ് ആൻഡ് ബാലൻസിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് സ്റ്റാറ്റോ അക്വസ്റ്റിക് ഓർഗൻ. സ്റ്റാറ്റോ അക്വസ്റ്റിക് ഓർഗൻ ആണ് നമ്മുടെ ഇയർ എന്ന് പറയുന്നത്. ഇയറിന് 3 റീജിയൻസ് ഉണ്ട്. ഔട്ടർ ഇയറും മിഡിൽ ഇയറും ഇന്നർ ഇയറും. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഔട്ടർ ഇയറും മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ഔട്ടർ ഇയർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പിന്ന റീജിയൻ. ഇതാണ് പിന്ന എന്ന് പറയുന്ന റീജിയൻസ്. ദെൻ പിന്ന റീജിയൻസ് കളക്ട് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യുന്ന ഭാഗമാണ് പിന്ന റീജിയൻ. ദെൻ ഈ സൗണ്ട് വേവ്സ് ഏതിലൂടെ പാസ് ചെയ്യും? ഇയർ കനാലിലൂടെ, അതായത് ഓഡിറ്ററി മിയാറ്റസിലൂടെ അല്ലെങ്കിൽ ഇയർ കനാലിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് എവിടെ എത്തിച്ചേരുന്നുണ്ട്? ടിംബാനിക് മെമ്പറൈനിൽ എത്തിച്ചേരും. ഇതാണ് ടിംബാനിക് മെമ്പറൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്ന ഭാഗത്ത് എത്തിച്ചേരും. ഇയർ ഡ്രമ്മിലെ ഫംഗ്ഷൻ എന്തായിരിക്കണം? സൗണ്ട് വേവ്സ് വന്നു കഴിഞ്ഞാൽ ദ ഇയർ ഡ്രം വൈബ്രേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദി സൗണ്ട് വേവ്സ് ഇൻ ടു ദ മിഡിൽ ഇയർ. മിഡിൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൗണ്ട് വേവ്സിന്റെ ഫലമായിട്ട് ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുകയും അതിന് ഫലമായിട്ട് ഈ സൗണ്ട് വേവ്സ് ഇയർ ഓസിക്കിൾസിലൂടെ അല്ലെങ്കിൽ ഇയർ ബോൺസിലൂടെ പാസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ടിംബാനിക് മെമ്പറിൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവേർഡ് വിത്ത് സ്കിൻ ഔട്ട്സൈഡ് ആൻഡ് വിത്ത് മെമ്പറിൻ ഇൻസൈഡ്. പ്രധാനമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള എന്താണ് ഫംഗ്ഷൻ എന്നുള്ളതാണ് കേട്ടോ. പിന്നീട് ഫംഗ്ഷന് ഇയർ കനാലിന്റെ ഫംഗ്ഷന് ടിംബാനിക് മെമ്പറിൻ അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിന്റെ ഫംഗ്ഷനാണ് ചോദിക്കാറുള്ളത്. മിഡിൽ ഇയർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ബോൺസ്. 3 ബോൺസ് കൊണ്ടാണ് മിഡിൽ ഇയർ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ മാലിസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഇയർ ബോൺസിന് നമ്മൾ മറ്റൊരു പേരും കൂടി പറയാറുണ്ട്, ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് ടു ദ ഇന്നർ ഇയർ. സൗണ്ട് വേവ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എക്സ്റ്റേണൽ ഇയറിലൂടെ വരുന്ന സൗണ്ട് വേവ്സിന് വളരെ എളുപ്പത്തിൽ ഇന്നർ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇയർ ഓസിക്കിളായിട്ടുണ്ടാകുന്ന മാലിസ്, ഇംഗസ്, സ്റ്റേപ്പിസിന്റെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ മാലിസ് എവിടെയാണ് കാണപ്പെടുന്നത്? മാലിസ് അറ്റാച്ച്ഡ് ടു ദ ടിംബാനിക് മെമ്പറിൻ. ടിംബാനിക് മെമ്പറിൻ അല്ലെങ്കിൽ ഇയർ ഡ്രമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണാണ് മാലിസ് എന്ന് പറയുന്നത്. മാലിസിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇംഗസും, ഇംഗസിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് സ്റ്റേപ്പിസും കാണപ്പെടും. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസ് പിന്നെ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഓവൽ വിൻഡോ ഓഫ് ദ കോക്ലിയ. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓവൽ വിൻഡോ ഓഫ് ദ കോക്ലിയ. കോക്ലിയയുടെ ഓവൽ വിൻഡോയിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഈ മിഡിൽ ഇയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം കൂടിയും കാണാം അല്ലെ, യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയുന്ന പാർട്ട്. എന്താണ് യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കണക്ട് മിഡിൽ ഇയർ ക്യാവിറ്റി വിത്ത് ദ ഫാരിങ്സ്. മിഡിൽ ഇയർ ക്യാവിറ്റിയെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഈക്വലൈസിംഗ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഇയർ ഡ്രം. ഇയർ ഡ്രമ്മിന്റെ 2 സൈഡിലും പ്രഷർ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. ഈക്വലൈസിംഗ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ഇയർ ഡ്രം. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് യൂസ്റ്റേഷൻ ട്യൂബ് എന്നും എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നും. ഇന്നർ ഇയർ. ഇന്നർ ഇയർ കൺസിസ്റ്റ് ഓഫ് മെംബ്രേനസ് ലാബ്രിന്ത് ആൻഡ് ബോണി ലാബ്രിന്ത്. ഇന്നർ ഇയർ എന്ന് പറയുമ്പോൾ അത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മെംബ്രേനസ് ലാബ്രിന്ത് എന്നും ബോണി ലാബ്രിന്ത് എന്നും. എന്താണ് മെംബ്രേനസ് ലാബ്രിന്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ബോണി ലാബ്രിന്ത് എന്ന് പറഞ്ഞാൽ? ബോണി ലാബ്രിന്ത് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സീരീസ് ഓഫ് ചാനൽസ് കൊണ്ടാണ് ബോണി ലാബ്രിന്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് മെംബ്രേനസ് ലാബ്രിന്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്കള്ളിൽ കാണപ്പെടുന്ന ക്യാവിറ്റിയാണ് ബോണി ലാബ്രിന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും ബോണി ലാബ്രിന്തിന്റെയും മെംബ്രേനസ് ലാബ്രിന്തിന്റെയും ഷേപ്പ് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ മെംബ്രേനസ് ലാബ്രിന്തിനെ പ്ലേസ് വെക്കാനുള്ള നമ്മുടെ സ്കള്ളിൽ കാണപ്പെടുന്ന മെംബ്രേനസ് ലാബ്രിന്തിന്റെ അതേ ഷേപ്പിൽ ഉണ്ടാവുന്ന ഒരു കുഴി പോലെ കാണപ്പെടുന്ന ഭാഗമുണ്ട്. ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോണി ലാബ്രിന്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോണി ലാബ്രിന്ത് എന്ന് പറയുന്ന ഈ ചാനൽ എന്ന് പറയുമ്പോൾ ചെറിയ ക്യാവിറ്റി പോലെ അല്ലെ, ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ചാനലില് നിറച്ചു വെച്ചിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കാൾഡ് പെരിലിംഫ്. അപ്പം ബോണി ലാബ്രിന്ത് എന്ന് പറയുന്ന ചാനലിൽ കാണപ്പെടുന്ന ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ് എന്നും, ഈ പെരിലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡിലാണ് ഏത് വെച്ചിരിക്കുന്നത്?
മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറയുന്ന ഈ ഓർഗൻ വെച്ചിരിക്കുന്നത്. നോക്കാം, ഇൻസൈഡ് ദിസ് ചാനൽ ലൈസ് ദ മെംബ്രെയിനസ് ലാബ്രിന്ത്. ഇതിലാണ് മെംബ്രെയിനസ് ലാബ്രിന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മെംബ്രെയിനസ് ലാബ്രിന്ത് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കാൾഡ് എൻഡോലിംഫ്. ഈ മെംബ്രെയിനസ് ലാബ്രിന്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. അപ്പൊ ബോണി ലാബ്രിന്തിന്റെ ഉള്ളിൽ പെരിലിംഫും, പെരിലിംഫിലാണ് മെംബ്രെയിനസ് ലാബ്രിന്ത് വെച്ചിരിക്കുന്നത്. മെംബ്രെയിനസ് ലാബ്രിന്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ് എന്നുള്ളതും ഓർത്തു വെക്കുക. ഇനി നമുക്ക് മെംബ്രെയിനസ് ലാബ്രിന്ത് എന്താ നോക്കാം. It is formed of two portions, namely vestibular apparatus and cochlea. മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ഇത്രയും ഭാഗമാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എങ്കിൽ അടുത്ത ഭാഗമാണ് കോക്ലിയ. കോക്ലിയ എന്ന് പറയുമ്പോൾ ഒച്ചിന്റെ തോട് പോലെ കാണപ്പെടുന്ന റീജിയൻ, അതാണ് കോക്ലിയ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചെവിക്ക് രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. That is hearing and balancing. Cochlea is the organ of hearing and vestibular apparatus is the organ of balancing. ഇതില് vestibular apparatus എന്ന് പറയുന്ന ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ it is composed of 3 semicircular canal. 3 സെമി സർക്കുലർ കനാൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1, 2, 3 അല്ലെ കാണാം. ഇങ്ങനെ ഉണ്ടാകുന്ന 3 സെമി സർക്കുലർ കനാൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് വെസ്റ്റിബ്യൂൾ. ഈ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഈ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടായിട്ട് കാണപ്പെടും. യൂട്രിക്കുലസ് എന്നും സാക്യൂൾ എന്നും. യൂട്രിക്കുൾ എന്നും സാക്യൂൾ എന്നും പറയുന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. The base of the semicircular canal is swollen and is called ampulla. സെമി സർക്കുലർ കനാലിന്റെ എൻഡില് ഒരു എൻഡ് സൊള്ളൻ സ്ട്രക്ചറാണ്, ഒരു വീർത്ത പോലെയാണ് കാണപ്പെടുക. ആ സൊള്ളൻ സ്ട്രക്ചറിനെയാണ് ആംപ്യുള എന്ന് പറയുന്നത്. ആംബ്യുളയിൽ കാണപ്പെടുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ ആംബുലാരിസ് എന്ന് പറയും. അതായത് ഈ ആംബ്യുളയുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ബ്രഷ് പോലെ ഇപ്പൊ പെയിന്റ് അടിക്കുന്ന ബ്രഷിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാകുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജ് കാണപ്പെടും. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റേ ആംബുലാരിസ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് എയർ സെൽസ്. അതിൽ ധാരാളമായിട്ട് സെൻസറി എയർ സെൽസ് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഈ ഭാഗത്തും കാണപ്പെടുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജ് ഉണ്ട്. ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഷ് പോലെ കാണപ്പെടുന്ന ചെറിയ ചെറിയ സീലിയ പോലുള്ള കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മാക്യുല എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂൾ കണ്ടെയ്നിങ് പ്രൊജക്റ്റിംഗ് റിഡ്ജ് കാൾഡ് മാക്യുല. Cristae and macula are the specific receptors responsible for the maintenance of balance of the body and posture. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ സെമി സർക്കുലർ കനാലിന്റെ എൻഡിൽ കാണപ്പെടുന്ന സൊള്ളൻ സ്ട്രക്ചർ ആംബ്യുള എന്ന് പറയും. ആംബ്യുളയുടെ ഉള്ളിൽ കാണപ്പെടുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജ് ആണ് നമ്മൾ നോക്കുക. ഇവിടെ കാണാം ഒരു ബ്രഷ് പോലെ അല്ലെ, അതിനെയാണ് ക്രിസ്റ്റേ ആംബുലാരിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെസ്റ്റിബ്യൂളിലും ഇതേപോലെ ഉണ്ടാകുന്ന പ്രൊജക്റ്റിംഗ് റിഡ്ജ് ഉണ്ട്. അതിൽ ധാരാളമായിട്ട് സെൻസറി എയർ സെൽസ് ഉണ്ട് അല്ലെ, സെൻസേഷൻ സ്വീകരിക്കുന്ന സെൽസ് ആണത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ക്രിസ്റ്റേ ആംബുലാരിസും മാക്യുലയുമാണ് എന്തിനു സഹായിക്കുന്നത്, നമ്മുടെ ബോഡിയുടെ ബാലൻസിന് സഹായിക്കുന്നത് എന്നർത്ഥം. ദെൻ എന്താണ് ഓട്ടോലിത്ത് എന്ന് പറഞ്ഞാൽ? ഓട്ടോലിത്ത് നമ്മൾ പറഞ്ഞു ഇതിൽ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, എൻഡോലിംഫ്. ഈ എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡിൽ ഒഴുകി നടക്കുന്ന മണൽത്തരികൾ പോലെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് ആണ് ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബാലൻസിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഓട്ടോലിത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൽക്കേരിയസ് പാർട്ടിക്കിൾ ഫൗണ്ട് ഇൻ ദ വെസ്റ്റിബ്യൂളിലും അതേപോലെ തന്നെ ആംബ്യുളയിലും കാണപ്പെടുന്ന ഒരു കൽക്കേരിയസ് ആയിട്ടുള്ള ചെറിയ ചെറിയ മണൽത്തരികൾ പോലെ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് ആണ് ഓട്ടോലിത്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോക്ലിയ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് ഹിയറിംഗ്. ഹിയറിംഗിന് സഹായിക്കുന്ന ഭാഗമാണ് കോക്ലിയ. അതായത് ഇത് നമ്മൾ പറയുന്ന മെംബ്രെയിനസ് ലാബ്രിന്ത് എന്ന് പറയുന്ന റീജിയൻസിലെ ഒരു ഒച്ചിന്റെ തോട് പോലെ കാണപ്പെടുന്ന റീജിയൻ ആണ് അല്ലെ. ദ കോയിൽഡ് പോർഷൻ ഓഫ് ദ മെംബ്രെയിനസ് ലാബ്രിന്ത് ഈസ് കാൾഡ് കോക്ലിയ. മെംബ്രെയിനസ് ലാബ്രിന്തിൽ കോയിൽഡ് പോർഷൻ ആണ് കോക്ലിയ എന്ന് പറയുന്നത്. നമുക്കിനി ഈ കോക്ലിയയുടെ ചാമ്പേഴ്സ് നോക്കാം. ഏതൊക്കെ അറകളാണ് കോക്ലിയയിൽ കാണപ്പെടുന്നത് നോക്കാം. The cochlea has 3 longitudinal chambers, namely upper scala vestibuli, middle scala media, അതേപോലെ തന്നെ lower side scala tympani. അപ്പോൾ കോക്ലിയയുടെ ചാമ്പേഴ്സ് ആണ് ഈ കാണിക്കുന്നത്. അപ്പർ സ്കാല വെസ്റ്റിബ്യൂളി, മിഡിൽ സ്കാല മീഡിയ ആൻഡ് ഇന്നർ സ്കാല ടിംബാനി.
Scala vestibuli is separated by scala media by a membrane called Reissner's membrane. ഈ സ്കാല വെസ്റ്റിബ്യൂളിയെയും സ്കാല മീഡിയയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറൈൻ ഉണ്ട്. ആ മെമ്പറൈനാണ് നമ്മൾ എന്ത് പറയുക, റിസനേഴ്സ് മെമ്പറൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കാല മീഡിയയെയും സ്കാല ടിംബാനിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു മെമ്പറൈൻ ഉണ്ട്. ആ മെമ്പറൈനെയാണ് നമ്മൾ ബാസിലാർ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഈ സ്കാല വെസ്റ്റിബ്യൂളിയിലും അതേപോലെ തന്നെ സ്കാല ടിംബാനിയിലും ഫിൽ ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡാണ് പെരിലിംഫ്. രണ്ട് ക്യാവിറ്റിയിലും കാണപ്പെടുന്ന ഫ്ലൂയിഡാണ് പെരിലിംഫ് എന്ന് പറയുന്നത്. എന്നാൽ സ്കാല മീഡിയ ഈസ് ഫീൽഡ് വിത്ത് എൻഡോലിംഫ്. സ്കാല മീഡിയ എന്ന് പറയുന്ന കോക്ലിയയുടെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന ചാമ്പറിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഫ്ലൂയിഡ് ഏതാണ്? എൻഡോലിംഫാണ്. അപ്പോൾ രണ്ട് സൈഡിലും പെരിലിംഫും സെൻട്രൽ എൻഡോലിംഫുമാണ് കാണപ്പെടുന്നത്. ഇനി സ്കാല വെസ്റ്റിബ്യൂളി എന്ന് പറയുന്ന ഇന്നർ ഇയറിൻ്റെ ഭാഗം മിഡിൽ ഇയറിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണിങ്ങിനെ നമ്മൾ ഓവൽ വിൻഡോ എന്ന് പറയുകയും ഈ ഓവൽ വിൻഡോയിലാണ് മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോൺസ് അറ്റാച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കാല ടിംബാനിയും മിഡിൽ ഇയറിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സ്കാല ടിംബാനിയുടെ ഈ സൈഡിൽ ഒരു ഓപ്പണിംഗ് കാണപ്പെടും. അതിന് നമ്മൾ റൗണ്ട് വിൻഡോ എന്ന് പറയും. ദെൻ ഓർഗൻ ഓഫ് കോർട്ടി ഇസ് നോൺ ആസ് ഇയറിംഗ് അപ്പാരറ്റസ്. അതായത് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ഇയറിംഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു. ഇയറിംഗ് അപ്പാരറ്റസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഓർഗൻ ഓഫ് കോർട്ടി എന്നാണ്. അപ്പോൾ ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ എവിടെയാണ് കാണപ്പെടുന്നത്? ബാസിലാർ മെമ്പറൈനിലാണ് കാണപ്പെടുന്നത്. നോക്കുക, ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഓൺ ദ ബാസിലാർ മെമ്പറൈൻ. ഇറ്റ് കണ്ടെയ്ൻസ് സെൻസറി എയർ സെൽസ് that act as auditory receptors. It contains sensory air cells that act as auditory receptors. അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഓർഗൻ കാണപ്പെടുന്നത് ബാസിലാർ മെമ്പറൈനിലാണെങ്കിൽ അതിൽ കാണപ്പെടുന്ന ഒരുപാട് സെൻസറി എയർ സെൽസ് ഉണ്ട്. ഈ സെൽസിന്റെ മുകളിൽ സീലിയാസ് ഉണ്ട്, സ്റ്റീരിയോസീലിയ എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന ഈ സെൻസറി എയർ സെൽസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. നമുക്ക് കേൾവിക്ക് സഹായിക്കുന്ന ഒരു ഓർഗനാണ് ഏത്? കോക്ലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും? ഈ സെൻസറി എയർ സെൽസ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിന്റെ മുകളിലായിട്ട് ഈ സെൻസറി എയർ സെൽസ് ഇവിടെ കാണാം അല്ലേ? അതിന്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു തിൻ ഇലാസ്റ്റിക് മെമ്പറൈൻ ഉണ്ട്. ആ മെമ്പറൈനെയാണ് നമ്മൾ ടെക്ടോറിയൽ മെമ്പറൈൻ എന്ന് പറയുന്നത്. Above the rows of the air cells is a thin elastic membrane called ടെക്ടോറിയൽ മെമ്പറൈൻ. ഇത്രയുമാണ് നമ്മൾ ഓർഗൻ ഓഫ് കോർട്ടിയുടെ സ്ട്രക്ചർ പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന ഈ സെൻസറി എയർ സെൽസിൽ നിന്നും ന്യൂറോൺസ് അറൈസ് ചെയ്തിട്ട് ഓഡിറ്ററി നെർവായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുമ്പോൾ ഇയറിംഗ് അപ്പാരറ്റസ് ആണ്, ബേസിലാർ മെമ്പറൈനിലാണ് കാണപ്പെടുന്നത്. ഒരുപാട് സെൻസറി എയർ സെൽസ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ സീലിയാസ് കാണപ്പെടും, സ്റ്റീരിയോസീലിയ എന്ന് പറയും. ദെൻ ഈ സെൻസറി എയർ സെൽസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു മെമ്പറൈനാണ്, ഇലാസ്റ്റിക് മെമ്പറൈനാണ് ടെക്ടോറിയൽ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഓർഗൻ ഓഫ് കോർട്ടിയെ കുറിച്ച് പറയുന്നത്. ഇന്നർ ഇയറിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി പറയാം. ഇന്നർ ഇയർ കൺസിസ്റ്റ് ഓഫ് മെമ്പറൈനസ് ലാബ്രിന്ത്, ബോണി ലാബ്രിന്ത്. ബോണി ലാബ്രിന്ത് എന്ന് പറയുന്ന ചാനലിലാണ് മെമ്പറൈനസ് ലാബ്രിന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ മെമ്പറൈനസ് ലാബ്രിന്തിന്റെ ഉള്ളിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. ദെൻ മെമ്പറൈനസ് ലാബ്രിന്ത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റിബുലാർ സിസ്റ്റം ഓർ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആൻഡ് കോക്ലിയ. ഇതിൽ വെസ്റ്റിബുലാർ സിസ്റ്റം ആണ് ഓർഗൻ ഓഫ് ബാലൻസ് എങ്കിൽ കോക്ലിയ ഈസ് ദ ഓർഗൻ ഓഫ് ഇയറിംഗ്. Then vestibular apparatus or vestibular system again divided into two, namely semicircular canal and vestibule. The vestibule again divided into two, namely utricle and saccule. അപ്പോൾ യൂട്രിക്കിളും സാക്യൂളും കൂടിയതാണ് വെസ്റ്റിബ്യൂൾ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ് ഓവൽ വിൻഡോ അല്ലെങ്കിൽ എന്താണ് റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ? ഓവൽ വിൻഡോ അതർവൈസ് കാൾഡ് ഫെനസ്ട്ര ഓവാലിസ്, റൗണ്ട് വിൻഡോ അതർവൈസ് കാൾഡ് ഫെനസ്ട്ര റോട്ടണ്ട. ഓവൽ വിൻഡോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, സ്കാല വെസ്റ്റിബ്യൂളിയിൽ നിന്ന് മിഡിൽ ഇയറിലേക്ക് തുറക്കുന്ന ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. അതായത് അറ്റ് ദ ബേസ് ഓഫ് ദ കോക്ലിയ ദ സ്കാല വെസ്റ്റിബ്യൂളി ഓപ്പൺസ് ഇൻ ടു ദ മിഡിൽ ഇയർ ത്രൂ ഓവൽ വിൻഡോ. സ്കാല വെസ്റ്റിബ്യൂളി മിഡിൽ ഇയറിലേക്ക് തുറക്കുന്ന ചെറിയ ഓപ്പണിങ്ങിനെയാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്.
ഈ ഓവൽ വിൻഡോയിലാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? സ്റ്റേപ്പിസ് അറ്റാച്ച് ചെയ്യുന്നത്. സ്റ്റേപ്പിസ് അറ്റാച്ച് ടു ദ ഓവൽ വിൻഡോ. ദെൻ എന്താണ് റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ പറഞ്ഞു റൗണ്ട് വിൻഡോ എന്ന് പറയുകയാണെങ്കിൽ കോക്ലിയയുടെ മൂന്നാമത്തെ ചാമ്പറായുള്ള സ്കാല ടിംപാനിസ് അല്ലേ. അപ്പർ സ്കാല വെസ്റ്റിബ്യൂളി ഉണ്ട്, മിഡിൽ സ്കാല മീഡിയ ഉണ്ട്, താഴെ സ്കാല ടിംപാനി ഉണ്ട്. ഈ സ്കാല ടിംപാനിയും ഇതേപോലെ തന്നെ ഇവിടെ നോക്കുക ഡയഗ്രത്തിൽ സ്കാല ടിംപാനിയും മിഡിൽ ഇയറിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ റൗണ്ട് വിൻഡോ എന്ന് പറയുന്നത്. നോക്കാം, ദ സ്കാല ടിംപാനി ഓപ്പൺസ് ഇൻ ടു ദ മിഡിൽ ഇയർ ത്രൂ എ ക്യാവിറ്റി കാൾഡ് റൗണ്ട് വിൻഡോ. ഇത്രയുമാണ് നമ്മൾ ഇയറിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഏറ്റവും ഇയറിൽ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ 3 റീജിയൻ ആണ്. പിന്നെ ഇയർ കനാൽ, ഇയർ ഡ്രം. ദെൻ മിഡിൽ ഇയർ എന്ന് പറയുമ്പോൾ മാലിസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, ദെൻ യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലേ. ഇന്നർ ഇയർ എന്ന് പറയുകയാണെങ്കിൽ